Hi guys, so welcome back to my YouTube channel. ഫസ്റ്റ് ഡേ ആണ് ഓഫീസിൽ. സോ എൻ്റെ കോളേജ് കഴിഞ്ഞ് ഓഫീസിലോട്ടുള്ള ഫസ്റ്റ് ഡേ. സോ പല്ലൊക്കെ തേക്കണം, കുളിക്കണം, കുറേ പരിപാടിയുണ്ട്. സോ അപ്പോൾ രാവിലെ എണ്ണീച്ച് പല്ല് തേച്ചിന്ന് ഫസ്റ്റ് ഡേ ആണ് ഓഫീസിൽ. അമ്മ വിളിച്ചോണ്ട് വന്ന് എണ്ണ ചെയ്യാം. സോ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായിട്ട് ഇപ്പം വരാം ഗൈസ്. റെഡിയായി അങ്ങനെ നല്ല സെറ്റ് കഴിഞ്ഞ് ചായ കുടിച്ച് ഇറങ്ങാം. അപ്പം ടൈം 7 മണി, ഒരു 7:15 പറഞ്ഞു. അഫ്രിൻ മെട്രോ സ്റ്റേഷൻ അവിടെ വരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. അപ്പം അവിടെ കമ്പനിയും അടുത്ത് കാണാം. ഗൈസ് ഇറങ്ങാൻ പോകണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങാം. അപ്പം അമ്മയോടൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി പാർക്കിങ്ങിൽ പോയി വണ്ടി എടുക്കാം. ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ 4 കൊല്ലത്തെ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫീസിൽ. സോ നമ്മൾ പാർക്കിങ്ങിലെത്തി. ഇരിക്കുന്ന എൻ്റെ വണ്ടി ഇതല്ല, ബാക്കിലുള്ള എൻ്റെ ബുള്ളറ്റില്ല. എൻ്റെ ബുള്ളറ്റ് പണിക്ക് കൊടുത്തേക്കാണ്. സോ ഇതാണ് വണ്ടി. ചേച്ചിയുടെ ആരുടെയാണ്. സോ പണിക്ക് പോകാൻ ചേച്ചിയുടെ വണ്ടി കിടപ്പുണ്ട്, ലെജൻഡർ കിടപ്പുണ്ട്. സോ പോവാം. ഗൈസ് ഓഫീസിലെത്തി. ഏകിനെ സിരാജനുണ്ട്. അഫ്രിൻ ലാഗാണ് ഗൈസ്, അഫ്രിൻ എത്തിയില്ല ഫസ്റ്റ് ഡേ. ഏകിനെ ടെൻഷനുണ്ടോ? നല്ല ടെൻഷനുണ്ട്. പഠിച്ചതല്ലോ? ഒന്നും പഠിച്ചിട്ട്. എന്താ സ്റ്റെബിലിറ്റി? സ്റ്റെബിലിറ്റി എന്താണെന്ന് ചോദിക്കരുത്. സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലാണ് ഷിപ്പിന് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ പറ്റുള്ളൂ. ഇത്ര ആലോചിച്ചാൽ മതി. അത് മതി. ബോയൻസിയും ഒക്കെ ഫാക്ടേഴ്സ് ആണോ? ജി ഒഴിച്ച് ബാക്കി എല്ലാ ഫാക്ടേഴ്സ്. ഗ്രാവിറ്റി വെച്ച് അപ്പം പഠിച്ചല്ലേ? ഹൈഡ്രോസ്റ്റാ അതൊക്കെ പ്രൊജക്റ്റീവ് പഠിച്ചതല്ലേ? തള്ളി ഏകിനെ ചതിച്ച് ഗൈസ്. ജി ഉള്ളതൊന്നും അതിന്റെ പാരാമീറ്റേഴ്സ് അല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. അവർക്കല്ല അറിയാലോ, കാണുന്നവർക്ക് അറിയാലോ. TPC MCT എന്താ? ടൺസ് പെർ സെന്റിമീറ്റർ. ഓഫീസ് കാക്കനാട്. കമ്പനിയുടെ പേര് മണ്ടയ്ക്കുണ്ടായിരിക്കും. ഏകിനെ CEO ആയി കഴിച്ചത് കണ്ടോ? ഔട്ട്ഫിറ്റ് ഉണ്ടോ ഏകിനയുടെ? ഗൈസ് അഫ്രിൻ നല്ല ലാഗ് എന്ന്. സോ നമ്മളിപ്പം കയറിക്കോളാൻ പറഞ്ഞു. ഇതാണ് കമ്പനി ഏറിസ് പറഞ്ഞു. സോ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ കൂടെ എൻട്രൻസ് ഉണ്ടല്ലോ. ഒരു ഏറിസ് ഏത് ഫ്ലോറാണ് നോക്കിയോ? ഫസ്റ്റ് ഫ്ലോറാണ്. ലിഫ്റ്റൊന്നും ഇല്ല ഇവിടെ ഗൈസ്, ലിഫ്റ്റ് ഇല്ല. ഷോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഏകിനെ ഫോട്ടോ എടുക്കുന്നു. പേടി എനിക്ക് ഉണ്ട്, ഇവക്കുണ്ട്. ഗൈസ് അഫ്രിൻ ലേറ്റ്. ലാഗോളി അഫ്രിൻ. എന്ത് ലാഗാടാ? അതാ ഫസ്റ്റ് ഡേ ആയിട്ട് ലാഗ് എടുപ്പിച്ച. ഇതെന്ത് ബ്ലാക്ക് ഒക്കെ ഇട്ട അഫ്രിൻ? ബ്ലൂ ആണോടാ? തോന്നി. അഫ്രിൻ എത്തി. ഇനിയിപ്പം വെയിറ്റിംഗ് ആണ് ഞങ്ങൾ 3. ഫസ്റ്റ് ഡേ 1/2 മണിക്കൂറായി. പോസ്റ്റ് ഓഫ് ഇന്ത്യ. ഞങ്ങളിപ്പം അകത്ത് കോൺഫറൻസ് റൂമിലാണ്. ഏകോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. പേന കൊണ്ടുവന്നില്ല കൈസ്. 2 പേനയില്ല, എൻ്റെ മാത്രം പേന. ഉത്തരവാദിത്തമുള്ള ചെക്കനെ ഇപ്പോൾ ഇല്ല. ഇതാണ് ഓഫീസ്. അവിടെ തിയേറ്ററാണ്, റെക്കോർഡൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഗൈസ് ഒരു നീണ്ട രജിസ്ട്രേഷൻ കഴിഞ്ഞു. പക്ഷേ ഇവരെ ലാഗ ഗൈസ്. ഇപ്പോൾ ഏകിനെ കഴിഞ്ഞിട്ടില്ല. അഫ്രിനായിട്ട് ഇപ്പോഴും അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആ വ്ളോഗ് അഫ്രിനെ കഴിഞ്ഞ വ്ളോഗിൽ നീ ചിരിച്ച് വ്ളോഗാക്കി. ഈ വ്ളോഗിൽ നല്ലപോലെ നിൽക്കണം. ഏകിനെ CEO ഗൈസ്. നോക്ക് ഏതാ ലുക്ക്. ഹായ് ഏകിനെ, ബിഗ് ഫാൻ.
അവിടെ ഇട്ട് അത് മാത്രം എൻ്റെ അടിയിലത്തെ ചെയ്തില്ല. അപ്പം അങ്ങനെ ഏകിനെ ഞാൻ സിഇയോടൊപ്പം ഫ്യൂച്ചർ എയറിസ് മറൈൻ സിഇഒ. എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം, കാരണം എനിക്കിവിടെ ഞാൻ കട്ടാക്കൂല. സോൺട്രയുടെ അടുത്ത സിനിമയിലെ നായിക കൈസ്. ഏകിന മറ്റേ എന്താ ഹോബീസ് വെച്ചപ്പോൾ ആക്ടിങ് എന്ന് ബിഗ് ഫാൻ ഓഫ് സോൺട്ര ചെയ്യുന്നു. ഏക് ഫേക്കാണ് ഗൈസ്. 1 hour later. ഗൈസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ എഴുതി. എക്സാം ഉണ്ട് ഗൈസ്. കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എക്സാം വന്നു. അതിൽ ഞങ്ങൾ ഒരു എക്സാമിൽ 40 out of 40 വാങ്ങണം, ഒരു എക്സാമിൽ 40ൽ 35 വാങ്ങണം. 4 ട്രൈ. Upcoming best employee of the year. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ഇയർ അല്ലേ ഏകിനാണ്. സെൽഫി ഏകിന ഇപ്പം തന്നെ സിഇഒ ലുക്കിലാണ് വന്നേക്കുന്നത്. തിയേറ്റർ സെറ്റപ്പാ ഗൈസ്. ഞങ്ങളുടെ സിഇഒക്ക് സിനിമയൊക്കെ ഉണ്ട് കുറെ. അപ്പം ഗൈസ് പിന്നെ കാണാം. hours later. ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിക്കുക. ക്ലാസ് ആയിരുന്നു, ഇനി ഒരു ക്ലാസ്സും കൂടെ, 1 മണിക്കൂർ ക്ലാസ്സും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇനി മീൻസ് എന്താ എക്സാം ഉള്ളത്. ഫുഡ് കഴിക്കാൻ പോവാ ഗൈസ്. അഫ്രിൻ ഇവിടെ ഉണ്ട്. അപ്പം വെയിലത്തൂടെ നടക്കുക. കാക്കന ഞങ്ങളുടെ കമ്പനി കണ്ടോ, എരിസ്. ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അവസാനം കാക്കനാട് ഒരു കട കണ്ടുപിടിച്ചു നമ്മൾ. ഇത്രയും വലിയ സിറ്റിയിൽ ഒരു കടയില്ല. നമുക്ക് ഏതോ മലയിലൊക്കെ വന്നിരിക്കുന്നത് അഫ്രിൻ കണ്ടുപിടിച്ചു. അഫ്രിൻ ഏതോ ചേട്ടനോട് ചോദിച്ചിട്ട് കിട്ടിയ കടയാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബിരിയാണി പറഞ്ഞത് ഇതൊക്കെയാണ് മെനു. ആൽഫിയ റെസ്റ്റോറൻറ്റ്. കഴിച്ചു വന്നു. വീണ്ടും ക്ലാസ്സിൽ കയറി. ഏകിനെ സൈഡ് സീറ്റ് പിടിച്ചു. അഫ്രിൻ സിനിമ ഉറങ്ങുന്നിരുന്ന്. സേഫ്റ്റി ക്ലാസ്സസ് ആ ഗൈസ്. ഗൈസ് ISC ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി വന്നിട്ട്. ISC എങ്ങനെയുണ്ട് ഏകു? ഉറങ്ങിക്കിടന്ന് ഏകു ഒരു ചെറുക്കനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എണ്ണിച്ച്. ഈ ചെറുക്കനെ കണ്ടോണ്ട് അതുവരെ ഉറങ്ങിയിട്ടില്ല. വെറുതെ പറയാ. അഫ്രിൻ ഉറങ്ങി വീണോണ്ടിരിക്കുക ഗൈസ്. ഇവിടെ ഇതെല്ലാം ഞങ്ങളുടെ സിഇഒ കാണുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. 3 hours later. അങ്ങനെ കഴിഞ്ഞ ഗൈസ്. ആഫ്റ്റർ ലോങ് ക്ലാസ് അഫ്രിനോട് ബിരിയാണി വെച്ചിട്ട് ഉറങ്ങി തുടങ്ങി ഗൈസ്. ഏകിനെ ഉറങ്ങി എണ്ണിച്ച് അഫ്രിനെ മുട്ട ചതിക്കാം. ഇപ്പോൾ ഗൈസ് ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഏകിനെ ഹൗസ് ഫസ്റ്റ് ഡേ നല്ല ഇരിപ്പായിരുന്നു ഗൈസ്. പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുന്നിരുന്ന് വയ്യാണ്ടായി. അഫ്രിൻ എങ്ങനെയുണ്ടായി ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട്? വെറുതെ സമയം പോയി. നാളെ ഈ ഓഫീസിൽ തന്നെ വരണം ഗൈസ്. അപ്പം കുഴപ്പമില്ല. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ചില്ലാക്കിയിട്ട് ബൈ പറയാൻ വെച്ചു. ചാർജ് ഇല്ല ഫോണിൽ. അപ്പം ബൈ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നൊക്കെ നമ്മുടെ കമ്പനി അതാണ്. ഏകിന ടയേർഡായി. അവർക്ക് മാറ്റി. അഫ്രിൻ തനി അഫ്രിനെ അല്ലേ? അഫ്രിനെ ഇനി അഫ്രിൻ എന്ത് ഇൻസേർട്ട്? ഭയങ്കര തണുപ്പായിരുന്നു. അത് ഞാൻ AC ഓഫ് ആക്കാൻ പറഞ്ഞു തണുത്തിട്ട്. ഒറ്റ നിർബന്ധത്തിന് AC ഓഫ് ആക്കിയാൽ. അപ്പോൾ നാളെ ഇവിടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.